ഒരു യാത്രയിലാണ്. ഖൈബറിന്റെ അരികത്തുകൂടെ നബി തങ്ങൾ യാത്ര പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ അവിടെ എത്തുമ്പോൾ തങ്ങൾ പറഞ്ഞു, ആരാണ് ഇന്ന് രാത്രി എനിക്ക് അഭയം നൽകുന്നത്? കാരണം അല്ലാഹുവിന്റെ റസൂലിനെതിരെ വധശ്രമം നടന്നിട്ടുണ്ട്. 11 വധശ്രമം നടന്നിട്ടുണ്ട്. 11 തവണ അല്ലാഹുവിന്റെ റസൂലിനെ പല സന്ദർഭങ്ങളിലായി കൊല്ലാനും കൊലപ്പെടുത്താനും ശത്രുക്കൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു രക്ഷപ്പെടുത്തുകയായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 67-ാമത്തെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ സ്വഹാബിമാരോട് കാവൽ നിൽക്കാൻ പറയുമായിരുന്നു. ഹബീബ് ഉറങ്ങുമ്പോ, രാത്രി വിശ്രമിക്കുമ്പോൾ ശത്രുക്കൾ വന്ന് കടന്നാക്രമണം ചെയ്യാതിരിക്കാൻ ആരെങ്കിലും എനിക്ക് കാവൽ നിൽക്കുമോ എന്ന് ഹബീബ് ചോദിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ, ലൈത റജുലൻ സ്വാലിഹൻ മിൻ അസ്ഹാബി യഹ്റുസുനി ഹാദിഹിൽ ലൈല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബായ നബി തങ്ങൾ വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോ ബീവിയോട് പറഞ്ഞു, ആയിഷ, ഞാൻ കൊതിച്ചു പോവുകയാണ്, എന്റെ സ്വഹാബികളിൽ സ്വാലിഹായ ഒരാൾ എന്നെ വന്ന് കാവൽ നിൽക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു തീരേണ്ട താമസം വാതിലിന്റെ അരികത്തെ ആയുധങ്ങളുടെ ശബ്ദം കേൾക്കുകയായി. ആരാണത്? സഅദ് ഇബ്നു അബീ വഖാസ്. ഇത് സഅദ് ഇബ്നു അബീ വഖാസ് ആണ്. നബിയേ, ബാറകല്ലാഹു ഫീക്. സഅദേ, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. ആ രാവ് മുഴുവനും ഉറങ്ങാതെ ആലിമീങ്ങൾക്ക്, സാദാത്യങ്ങൾക്ക്, പണ്ഡിതന്മാർക്ക് കാവലായി, അവർക്ക് സുരക്ഷയായി, അവർക്ക് സംരക്ഷണമായി ജീവിതം നീക്കുന്ന ആളുകളെ അബ്ശിറൂ, നിങ്ങൾക്ക് സന്തോഷിക്കാം. അത് സഅദ് റളിയല്ലാഹു അൻഹു ചെയ്ത പണിയാണത്. സ്വഹാബിമാർ ഹബീബിന് ചെയ്തു കൊടുത്ത പണിയാണത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ഹിജ്റ പോകുമ്പോ നബി തങ്ങളുടെ മുമ്പിൽ നടക്കും, പിന്നെ ബാക്കിൽ നടക്കും, പിന്നെ വലതുഭാഗത്ത് നടക്കും, പിന്നെ ഇടതുഭാഗത്ത്. യാ അബൂബക്കർ, അബൂബക്കറേ, നിങ്ങൾ എന്താണ് ചിലപ്പോൾ എന്റെ മുമ്പിൽ, ചിലപ്പോ എന്റെ ബാക്കില്? അബൂബക്കറേ, നിങ്ങൾക്ക് എന്തു പറ്റി? ചിലപ്പോൾ വലതുഭാഗത്ത്, ചിലപ്പോൾ ഇടതുഭാഗത്ത്. എന്താണ് ശുദ്ധീകരിക്കുന്നവരെ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? നബിയേ, എന്റെ മനസ്സ് പറയും, ഒരുപക്ഷേ ശത്രുക്കൾ മുമ്പിലൂടെ വരും, നബിയെ അപായപ്പെടുത്തിയേക്കും. ചിലപ്പോ എനിക്ക് തോന്നും ശത്രുക്കൾ ബാക്കിലൂടെ വരും, അപ്പൊ ഞാൻ ബാക്കിൽ നിൽക്കും. ചിലപ്പോ തോന്നും വലതുഭാഗത്ത് വരുമോ. ചിലപ്പോ എന്റെ മനസ്സ് പറയും ഇടതുഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടാകുമോ. നബിയേ, ഞാൻ അബൂബക്കറാണ്, ഞാനൊരു വ്യക്തിയാണ്. നബിയേ, എന്നെ കൊന്നാൽ ഒരു വ്യക്തിയാണ് ഉമ്മത്തിന് നഷ്ടമാകുന്നത്. റസൂലേ, അങ്ങയെ ആരെങ്കിലും വധിച്ചു കളഞ്ഞാൽ ഈ ലോകത്തിന്റെ റസൂലാണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് ഹബീബേ, അങ്ങ് ജീവിക്കണം. ഹബീബേ, അങ്ങ് സുരക്ഷിതരാവണം. ഹബീബേ, അങ്ങേ അപായം പറ്റരുത്. അതിനാണ് ഞാനിത് ചെയ്യുന്നതെന്ന് മഹാനായ ഉമർ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു